ഹായ്. ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകത്തിലേക്കുള്ള വഴിയിലാണ് കേട്ടോ. ഞാൻ ആ തടാകം കാണാൻ വേണ്ടി പോകണിപ്പോൾ. കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ട്, ഏതാണ്ട് ഒരു 300 മീറ്റർ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരണം. ഓക്കെ, ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. അഡൽട്ടും 40, ചിൽഡ്രൻ 30. ഇത് എവിടെ സ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾക്കുള്ള. കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ താമരശ്ശേരി ചുരം കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്ഥലമായ ലക്കിടി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് വന്നു കാണുമെങ്കിൽ ഇടത്തോട്ടൊരു വഴി കാണാം. അത് പൂക്കോട് തടാകത്തിലേക്കുള്ള വഴിയാണ്. നമ്മൾ ദൂരെ കണ്ട അതാണ് കേട്ടോ തടാകം. ഇവിടെ പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പെഡൽ ബോട്ടുകളാണ് കേട്ടോ. ഈ ബോട്ടിലൂടെയുള്ള എന്താ പറയുക റൈഡിങ് ആണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഇതൊരു എന്താ പറയുക വയനാട്ടിലെ പ്രധാന ഒരു സഞ്ചാര കേന്ദ്രമാണ് കേട്ടോ ഇത്. ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഏതാണ്ട് ഒരു 13 ഏക്കർ ഇട്ടുണ്ട് ഈ തടാകത്തിൻ്റെ വിസ്തീർണം. ഈ തടാകത്തിൻ്റെ അതായത് അരികിൽ കൂടെ ഒരു എന്താ പറയുക നിങ്ങളിപ്പം കാണുന്ന ഇത്തരം പാതകളാണ് കേട്ടോ നമുക്ക് നടന്ന് ചുറ്റി കാണാനുള്ള. ഈ പാതയൊക്കെ നല്ല മനോഹരമായിട്ട് ഇൻ്റർലോക്കൊക്കെ വിരിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. മൊത്തം എന്താ പറയുക ഈ തടാകത്തിന് ചുറ്റും കാടാണ് കേട്ടോ. ശരിക്ക് വന്യമൃഗങ്ങളുള്ള കാടാണെന്ന് അറിയില്ല, എന്നാലും ഒരു കാടെന്ന് പറയാം. മൊത്തം നല്ല വലിയ മരങ്ങളാണ്. ഈ തടാകത്തിന് ഏതാണ്ട് 7 പ്ലാസ്റ്റിക് മേഖല. ഈ തടാകത്തിന് ഏതാണ്ട് 7 മീറ്ററോളം ആഴമുണ്ട് കേട്ടോ. എല്ലാ സ്ഥലങ്ങളും ഉണ്ടോയെന്നറിയില്ല. പിന്നെ ഈ തടാകത്തിൻ്റെ മൊത്തമൊന്നും ഈ ബോട്ടിന് സഞ്ചരിക്കാൻ കഴിയില്ല. ചില ഭാഗങ്ങളിലൊക്കെ എന്താ പറയുക തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് കയറുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അവിടേക്ക് എന്താ പറയുക പായലാണ്, ഞാൻ നേരത്തെ കാണിച്ചില്ല. അവിടേക്കൊക്കെ കാണാൻ പറ്റും കുറച്ച് മുന്നോട്ട് പോയിട്ട്. പിന്നുള്ളത് കുറച്ച് നമുക്ക് പലതരത്തിലുള്ള കിളികളൊക്കെ കാണാം കേട്ടോ, പക്ഷികളൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു വൈറ്റ് കളറുള്ള, അതായത് വാല് കുറച്ച് നീട്ടമുള്ള ഒരു വൈറ്റ് കളറുള്ള പക്ഷിനെ കണ്ടു. എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ ലെൻസ് അതിന് ഒരുപാട് ദൂരം നമുക്ക് സൂം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പക്ഷികളൊക്കെ എടുക്കുന്ന നേരം കുറച്ച് സൂമുള്ള അതിൻ്റെ 600 mm മിനിമം 600 mm അല്ലെങ്കിൽ 400 mm വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ചിത്രം കിട്ടിയില്ല. നിങ്ങളിപ്പോൾ ദൂരെ കാണുന്ന നേരത്തെ കണ്ടില്ലായിരുന്നോ, അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, അവിടെയൊക്കെ കയറിട്ട് കെട്ടിയിട്ട് ഇങ്ങോട്ട് ബോട്ട് വരാതെക്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ മൊത്തം ചമ്മി എന്താ പറയുക പായലാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ചമ്മി എന്നൊക്കെ പറയാം. അതാ ഇവിടെയാണ് കേട്ടോ ആ പക്ഷിയുള്ളത്, ആ വൈറ്റ് കളർ ഞാൻ നേരത്തെ പറഞ്ഞേ കണ്ടോ. മൊത്തം പായലാണ് ഇവിടെ. അതുകൊണ്ട് ബോട്ടൊന്നും ഇങ്ങോട്ട് വരില്ല. ഇതും കൂടി ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അതായത് മൊത്തം ഈ തടാകം മൊത്തം ബോട്ടിന് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. മൊത്തം ഒരു എന്താ പറയുക ഒരു കാടിൻ്റെ ഫീലിംഗാണ്. ഇടത്തോട്ടൊക്കെ കാടാണെന്ന് തോന്നുന്നത്. നിങ്ങളുണ്ടോ മൊത്തം മരങ്ങളാണ്. നല്ലൊരു അടിപൊളി ഒരു ഫീൽ ഇതിലൂടെ നടക്കുന്ന നേരം. കുറച്ചൊന്നല്ല കേട്ടോ, കുറച്ച് നടക്കാനുണ്ട്. ഇവിടുത്തെ പ്രധാന വിനോദം എന്ന് പറയുന്നത് ഈ ബോട്ടിലുള്ള ഇത് തന്നെയാണ് കേട്ടോ. ബോട്ടിലുള്ള യാത്ര തന്നെയാണ് കേട്ടോ. ഈ പെഡൽ ബോട്ടിൽ ഇങ്ങോട്ടൊന്നും ബോട്ടിന് വരാനുള്ള ഇതില്ല. ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, ഇവിടെയൊക്കെ മൊത്തം പായലാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ആമ്പലുകൾ കാണാം. നല്ല ഈ നീല കളർ, ഒരു വയലറ്റ് പോലത്തെ, വയലറ്റും ഒരു നീലയും കൂടി കലർന്നൊക്കെ ഒരു ഈ ആമ്പലുകളാണ് കേട്ടോ. ഇപ്പം ദൂരെ കാണാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. കുറച്ച് അകലെയൊക്കെ കാണാം. നിങ്ങൾ ബോട്ടുകളുണ്ടോ? ഇങ്ങോട്ടൊന്നും ബോട്ടിന് പെർമിഷൻ ഇല്ല ഇങ്ങോട്ട് വരാൻ. അവിടെയൊക്കെ കയറിയിട്ട് കെട്ടി വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ പായൽ കാരണമാണെന്ന് തോന്നുന്നു.
ഇത് വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രം തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെയും കൂടി വരുന്നുണ്ട്. കാരണം നിങ്ങൾ തന്നെ ഇപ്പം കണ്ടോ എത്ര ബോട്ടുകളാണ് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ അവർ റൈഡ് ചെയ്യുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വയനാട്ടിലേക്ക് ഒരു ഇപ്പോൾ ആരിപ്പം ഇങ്ങോട്ട് ഇപ്പം സ്ഥലം കാണാൻ വരികയാണെങ്കിലും വയനാട് കാണാൻ ആര് വരികയാണെങ്കിലും ഇതെന്തായാലും മിസ്സാവില്ല. അപ്പോൾ ഞാനിപ്പം ഏതാണ്ട് ഇവിടെ എത്താനായിട്ടോ, തിരിച്ചിങ്ങോട്ട് എത്താനായിട്ട്. ഞാനിപ്പം ബോട്ടിലൊന്നും കയറുന്നില്ല. ഇനിയും ഇതുപോലത്തെ സ്ഥലങ്ങളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണാം കേട്ടോ. ഓക്കെ, ബൈ.